ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ബാലന് ഒട്ടും തന്നെ വൈകിട്ട് അനങ്ങാനും ഇരിക്കാനും ഒന്നും തന്നെ പറ്റുന്നില്ല. ബാലനാണെന്നുണ്ടെങ്കിൽ ഒരു വൈദ്യര് വന്ന് നോക്കുന്നുണ്ട്, പറയുന്നുണ്ട് ഈ ബെൽറ്റ്, അതായത് വയറിലൊരു ബെൽറ്റ് വെച്ച് കെട്ടിയിട്ടുണ്ട് നടുവിന് ഒരു സപ്പോർട്ടിംഗ് ആയിട്ട്. അപ്പൊ ഈ ബെൽറ്റ് ഊരരുത്, 2-3 ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കുക, അതിനുശേഷം ഞാൻ വന്ന് നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് വൈദ്യന് അവിടെ പോകുമ്പോ ബാലൻ പറഞ്ഞത് അതെ എനിക്ക് കടയിൽ പോണം, വലിയ കുഴപ്പമൊന്നും ഇല്ല. വൈദ്യൻ പറയാണ് അതൊന്നും പറ്റില്ല, റെസ്റ്റ് എടുക്കണം, അതെ ഇപ്പൊ വീണേ ഉള്ളൂ, കടയിൽ പോയിട്ടെങ്ങാനും ഇനിയും ഒന്നും കൂടി വീഴാണെങ്കിൽ കിടപ്പിലാകും എന്നൊക്കെ പറയുന്നുണ്ട് ബാലനോട്. ഇല്ല വൈദ്യരെ, ഞങ്ങൾ എന്തായാലും കടയിലേക്കൊന്നും വിടില്ല എന്ന് മീനാക്ഷിയും അതുപോലെ തന്നെ ദേവിയും ഗോമതിയും ഒരേ സ്വരത്തിൽ പറയുമ്പോഴേക്കും ആ വൈദ്യൻ ആ ശരി, നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാട്ടോ. ബാലൻ പറഞ്ഞു ഗോമതി ഇത് വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നേ, എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയണ, കടയിൽ പോയിരുന്ന വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുമ്പോ ആ ആകാശ് പറയണ്ട് അച്ഛാ ഞങ്ങൾ പറഞ്ഞ അച്ഛനൊന്ന് കേക്ക്. ഓ നീ ഒന്നും പറയണ്ടെന്ന് പറയണോ, ഞാൻ പറഞ്ഞ അച്ഛനൊന്നും പിടിക്കില്ലല്ലോ. അച്ഛൻ 2 ദിവസം റെസ്റ്റ് എടുക്ക്, കടയിലെ കാര്യങ്ങളൊക്കെ അതങ്ങോട്ട് നടന്നു പോയിക്കോളും എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും മീനാക്ഷി എന്താ ആകാശം ഇതെന്ന് പറയുമ്പോ ഞാൻ ഒരു തമാശ പറഞ്ഞതാണ് എന്ന് ആകാശ് പെട്ടെന്ന് പറയണം. ബാലൻ പണ്ട ഷോ കടയിലേക്ക് ഞാൻ പോയില്ലെങ്കിൽ ശരിയാവില്ല, അവിടെ ക്യാഷ്യറിലായിട്ട് ഞാൻ തന്നെ ഇരിക്കണമല്ലോ, അപ്പോ ആകാശിനെയും അതുപോലെ തന്നെ ധർമ്മനും നിർത്തിയാൽ ശരിയാവില്ല എന്ന് പറയണം. എടുത്ത വായിക്ക് തന്നെ ദേവി പറയണ്ട് അതെ ബാലച്ച, ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങൾ ആരും കളിയാക്കരുത്, കളിയാക്കി ചിരിക്കരുത് എന്നൊക്കെ പറയാണ്. ഇല്ല ദേവിമോൾ എന്താച്ചാ പറഞ്ഞോ എന്ന് ബാലൻ പറയുമ്പോ അതെ വേണമെങ്കിൽ 2 ദിവസം ഞാൻ വേണമെങ്കിൽ ക്യാഷ്യറായിട്ട് അവിടെ പോയിരുന്നോളാം. അത് ശരിയാവില്ല മോളെ എന്ന് ബാലൻ പറയാണ്. അതെ അതെ അത് ശരിയാവില്ല എന്ന് ഗോമതിയും പറയണ്ട്. ആകാശാണെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞു ഇല്ലില്ല അത് ശരിയാവില്ല എന്ന് പറയണം. അപ്പോഴേക്കും ദേവണ് അത് എന്തുകൊണ്ട് ശരിയാവില്ല, ഞാനൊരു പെണ്ണായതുകൊണ്ടാണോ ആകാശനായിരുന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞത്. ബാലച്ചൻ 2 ദിവസം റെസ്റ്റ് എടുക്ക്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ബാലച്ചൻ എന്തു പറയുന്നു, എന്നാ ശരി ദേവി മോള് ഞാൻ വരുന്നവരെ അവിടെ ഇരുന്നോ എന്ന് പറയാണ്. ദേവിക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. ആകാശനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. 2 ദിവസം ബാലൻ റെസ്റ്റ് എടുക്കാണ്, എന്നാ തന്നൊന്ന് ആ സീറ്റിലിരുത്തോ, അതില്ല എന്ന രീതിയിൽ ആകാശ് ദേഷ്യം കൊണ്ട് റൂമിലേക്ക് കയറി പോവാട്ടോ. ദേവിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് ഇരിക്കാനും പറ്റണില്ല, നിൽക്കാനും പറ്റാത്ത അവസ്ഥ. അങ്ങനെ ദേവി കടയിൽ ഒരു ക്യാഷ്യറൊക്കെ ആയിട്ട് പോയി ഇരിക്കാൻ വേണ്ടി റെഡി ആവാണ്. അതേസമയം ബാല റൂമിൽ ആരും ഇല്ലെന്ന് ഉറപ്പുവരുത്തിന് ശേഷം ഡോക്ടറെ ഫോൺ വിളിക്കുകയാണ്. ഹലോ ഡോക്ടർ, ഇത് ഞാനാ ബാലൻ. മനസ്സിലായി ബാല, എന്താ ബാല, അല്ല ആ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്, ഞാൻ അന്ന് ആക്സിഡന്റ് പറ്റിയത് വന്ന് കൊണ്ടുവന്ന കുട്ടിയല്ലേ? ബാല അത് ആക്സിഡന്റ് ഒന്നും അല്ല, ഏതോ ആൾക്കാർ തല്ലി കൂട്ടിയതാണ്, ദേഹത്ത് മുഴുവൻ തല്ലി ചതച്ച പാടുണ്ട്, പിന്നെ ഒന്നിനോ തള്ളിനെടുക്ക് തല എവിടെയോ ശക്തമായി മുട്ടി, അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കോമ സ്റ്റേജിൽ കിടക്കണത്. 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റില്ല ബാല. ഡോക്ടർ ഞാനിപ്പോ വിളിച്ചത്, ഞാൻ ഒന്ന് വീണായിരുന്നു, എനിക്ക് നടു അനക്കാൻ വയ്യ, അതിന് 2-3 ദിവസം എനിക്ക് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റില്ല. അത് സാരില്ല ബാല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ബാലിനെ പോലത്തെ വലിയ മനുഷ്യരൊക്കെ ഈ കാലത്ത് കാണാൻ പാടാ. അങ്ങനെയൊന്നുമില്ല ഡോക്ടർ, ഞാനൊരു കാര്യം ചെറിയൊരു കാര്യം ചെയ്തുള്ളൂ, ഡോക്ടർ അത് വലുതാക്കിയിട്ട് പറയുമ്പോഴാ എനിക്ക് വല്ലാത്ത പോലെ തോന്നണത്. അപ്പൊ ഡോക്ടർ വേണ്ട അന്ന് ഇവിടുത്തെ കാര്യത്തിൽ ബാലൻ വിഷമിക്കേണ്ട, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ പോലീസ് എൻക്വയറി ഒക്കെ നടത്തിയതല്ലേ ഇന്നലെ. ഇന്നലെ പോലീസ് ഒന്ന് അന്വേഷിച്ചായിരുന്നു, എന്തായാലും അയാളെ തല്ലി ചതച്ചവരെ കണ്ടുപിടിച്ചേ പറ്റൂ ഡോക്ടർ എന്ന് ബാലൻ പറയുമ്പോ അതെ അതെ അതാരാണെങ്കിലും കണ്ടുപിടിച്ചിരിക്കണം എന്നൊക്കെ ഡോക്ടറും പറയാട്ടോ. അങ്ങനെ ബാലൻ സമാധാനത്തോടെ ഫോൺ വെക്കുന്ന സമയത്താണ് അവിടേക്ക് ആര്യനും ഇത്രയും വരുന്നത്. ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കാരണം മിഥുന്റെ ഡെഡ് ബോഡി പോയി നോക്കാൻ വെച്ചിട്ട് അവിടെ ഡെഡ് ബോഡി കണ്ടില്ലല്ലോ. അപ്പൊ മിഥുൻ ജീവനോടെ ഉണ്ടെന്ന വിശ്വാസത്തിൽ രണ്ടും കൂടി വരുവാണ്. അപ്പൊ വരുമ്പോഴേക്കും ധർമ്മം പറഞ്ഞ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അതെ ഭയങ്കര സന്തോഷത്തിലാ. ഇപ്പൊ ഇവിടത്തെ കാര്യമൊന്നും അറിഞ്ഞില്ലേ? എന്ത് കാര്യം? നിന്റെ അച്ഛൻ വീണുമായിരുന്നു എന്ന് പറയണം. അയ്യോ അച്ഛൻ എന്തു പറ്റി? അകത്ത് പോയി നോക്കുന്നു പറയണം. അപ്പൊ ആരെയും ഇത്രനും കൂടി പോണ സമയത്ത് പെട്ടെന്ന് ബാലൻ എഴുന്നേക്കാൻ വേണ്ടി നോക്കുമായിരിക്കട്ടെ കട്ടിലിന്ന്. ആ ബെൽറ്റ് അഴിച്ചു വെച്ചിട്ടാണ് എഴുന്നേക്കാൻ നോക്കണം. അപ്പൊ ബാലൻ തെന്നി വീഴാൻ പോകുമ്പോ ആരെയും പെട്ടെന്ന് വന്ന് പിടിക്കണം. അച്ഛ എന്താ അച്ഛ ഇത്, റെസ്റ്റ് എടുക്കാൻ വേണ്ടി എന്താ റെസ്റ്റ് എടുക്കാത്ത? അച്ഛൻ എന്താ പറ്റിയത്? ഹോസ്പിറ്റലിൽ പോവാ അച്ഛ എന്ന് പറയുമ്പോഴേക്കും ഒന്നുമില്ലടാ, കുഴപ്പമൊന്നുമില്ലടാ, ചെറുതായിട്ടൊന്ന് വീണതാണ്. എവിടെയാ അച്ഛാ വീണതെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയണ്ട, ഒന്നും പറയണ്ട, അളിയന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാ, എവിടെയോ വീണെന്ന് പറഞ്ഞ് എന്റെ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ പോയി നോക്കിയപ്പോ അളിയനെ നിൽക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല, നടക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചോ? ഒരു വൈദ്യം വന്ന് തിരുമ്പി പോയേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ബെൽറ്റ് ഊരി വെക്കുന്നത് ഡോക്ടർ പറഞ്ഞതാണ്, പ്രത്യേകം പറഞ്ഞാണ്. എന്നിട്ട് അളിയൻ ചെയ്തത് കണ്ടില്ലേ, ബെൽറ്റ് ഊരി വെച്ചിരിക്കുന്നു. അച്ഛാ ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്യച്ചാ, എന്തിനാ അച്ഛാ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞത് അനുസരിക്കാത്ത? അച്ഛന് കുറവൊന്നും ഇല്ലേ, വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് ആര്യം പറയാണ്. വേണ്ടടാ, കുഴപ്പമൊന്നുമില്ലടാ, എന്നാ ശരി അച്ഛൻ റെസ്റ്റ് എടുത്തോ, കടയിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, അച്ഛൻ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട കേട്ടോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അപ്പോഴേക്കും മിത്ര പണ്ട് അങ്ങളെ കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല വേദനയുണ്ട് അങ്ങളെ? വേദന ഉണ്ട് മോളെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. നിങ്ങൾ വന്നേലേ ഉള്ളൂ എന്ന് പറയാണ്. വന്നേ ഉള്ളൂ അച്ഛാ, ഞാൻ 2-3 ദിവസത്തേക്ക് ഡെലിവറിക്കൊന്നും പോകുന്നില്ല, അച്ഛന്റെ കാര്യം നോക്കി ഞാൻ ഇവിടെ നിന്നോട്ടെ എന്ന് ആരും ചോദിക്കുമ്പോ അതൊന്നും വേണ്ടടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞു എന്റെ ഒരു രോഗിയാക്കുമല്ലോ, നിങ്ങൾ പോയിട്ട് വാ, വന്നേലേ ഉള്ളൂ, പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പറഞ്ഞു വിടാണ്. ബാലിന് ഭയങ്കര സന്തോഷമാവാട്ടോ ആര്യൻ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ.
ആര്യം പോയി കഴിയുമ്പോഴേക്ക് ധർമ്മം പറയണ്ട്, കണ്ടു അളിയ ആര്യന്റെ സ്നേഹം നോക്കിയ ആരും ഇല്ലെങ്കിലും അളിയനെ കൈത്താങ്ങായിട്ട് അവൻ ഉണ്ടാകും. അങ്ങനെ അവൻ ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ധർമ്മനോട്. അല്ല, അവന്റെ സ്നേഹം കണ്ടില്ലേ, 2-3 ദിവസം എവിടെ വേണമെങ്കിലും പോവാതെ അളിയന്റെ കൂടെ കാവലിരിക്കാന്ന് അവൻ പറയണത്. അതെ എന്ന് പറയുന്നുണ്ട്. ബാലിന് ഭയങ്കര സന്തോഷമാണ്. കാരണം ബാലിന് ഒരു കാര്യം ഇന്നത്തോടെ വ്യക്തമായി, വേറെ ഒരു മക്കളോ മരുമക്കളോ ഇല്ലെങ്കിലും ആര്യൻ കൂടെ തന്നെ ഉണ്ടാവുന്നു. അല്ലെങ്കിൽ ബാലന് നന്നായിട്ട് അത് അറിയാം കേട്ടോ. പിന്നെ ബാലൻ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം വരുമ്പോ തിരിച്ചങ്ങനെ മറുപടി പറയുന്നേ ഉള്ളൂ. അങ്ങനെ നാളെ മുതൽ നമ്മുടെ ശ്രീദേവി ഗോമതി സ്റ്റോഴ്സിലേക്ക് പോവാണ്. പ്രൊമോയില് കണ്ട പോലത്തെ ഭാഗം വരുവാട്ടോ. അങ്ങനെ ദേവി ഗോമതി സ്റ്റോഴ്സിലേക്ക് പോയിരിക്കേണ്ട, ക്യാഷ്യറിന്റെ അവിടെ പോയിട്ടിരിക്കാട്ട് ബാലന്റെ സീറ്റിൽ പോയി നെളിഞ്ഞിരിക്കുകയാണ്. പക്ഷെ കണക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒന്നും ദേവിക്ക് അറിയില്ല കേട്ടോ. ഒരു 10ഉം 20ഒക്കെ 10ഉം 10 എത്രയാണ്, 10 20 എത്രയാണ് അതൊക്കെ പറഞ്ഞാൽ അതൊക്കെ കൈ വെച്ചിട്ടാണെങ്കിൽ കൂട്ടി കണക്ക് കൂട്ടിക്കോളൂ. ബാക്കി എല്ലാത്തിനും കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ പോലും തെറ്റു പറയും. അങ്ങനെ പൊട്ടത്തരങ്ങൾക്ക് മേലെ പൊട്ടത്തരം. 10 രൂപ കൊടുക്കേണ്ട ആൾക്ക് 100 രൂപ എടുത്ത് കൊടുക്കുന്നു. അങ്ങനത്തെ പല കാര്യങ്ങളും ദേവി ചെയ്യും. അതല്ല, ദേവി ക്യാഷറായിട്ട് വന്നിരിക്കുന്ന പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകലയും ഉദയഭാനും ഒക്കെ ഓടി വരുവാണ്. അവിടെ കൊട്ടക്കണക്കിന് എന്തോ ഉണ്ട് കൈയിട്ട് വാരാൻ വേണ്ടിട്ട്. അങ്ങനെ കുറച്ചൊക്കെ ദേവി എന്തെങ്കിലും കൊടുക്കും. എന്തായാലും ദേവിയുടെ ആ ഒരു നടപ്പൊന്ന് ധർമ്മനൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കാരണം ദേവിയുടെ കണക്കുകളൊന്നും ശരിയല്ലെന്നേ. ഒരാൾ 50 രൂപ സാധനം മേടിച്ചിട്ട് 10 രൂപ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ദേവി കൊടുക്കുന്നത് 20 രൂപയാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ദേവി അവിടെ ഉണ്ടാക്കണം. പിന്നെ ഉദയഭാനുടെ ഭാഗം ഉദയഭാനു കൈയിട്ട് വാരാച്ചിട്ട് അവിടേക്ക് വരുവാണ്. എന്തൊക്കെയോ കൈയിട്ട് വാരമൊക്കെ ചെയ്യും പൈസ. അത് ആ ഭാഗത്ത് നടക്കുമ്പോ മിത്രക്ക് വേറൊരു പണി കിട്ടാൻ പോവാണ്. അങ്ങനെ ബാലൻ സത്യങ്ങളൊക്കെ അറിയാൻ പോവാട്ടോ. ബാലൻ അങ്ങനെ നടുവൊക്കെ ശരിയായിട്ട് ഹോസ്പിറ്റലിൽ പോവാണ്. ആദ്യം മിഥുനെ പോയി കാണാം, അതിനുശേഷം കടയിലേക്ക് പോവാൻ. ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ ഡോക്ടർ ഒരു കാര്യം പറയണ്ട്. അതെ ബാല സുഖമില്ലാത്തോണ്ട് ഞാൻ വിളിക്കാതിരുന്നാണ്. എന്താ ഡോക്ടർ? അതെ, ആ ചെക്കനില്ലേ, അവന്റെ കയ്യിൽ നിന്ന് ഒരു പേഴ്സ് കിട്ടിയായിരുന്നു. അവന്റെ ഷർട്ടും പോക്കറ്റൊക്കെ ഞാൻ ഇപ്പഴാ പരിശോധിച്ചത്. അവന്റെ പേഴ്സ് ഉണ്ടായിരുന്നു. ആ പേഴ്സ് ബാലൻ നോക്കിക്കോ, ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു തുമ്പുണ്ടോ നോക്ക്. ഇതിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. അവന്റെ കാർഡും ATM കാർഡും തിരിച്ചറിയൽ കാർഡൊക്കെ ഉണ്ട്. അവന്റെ അഡ്രസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ബാല എന്ന് പറഞ്ഞിട്ട് കൊടുക്കാണ്. പോലീസിന് ബാലന്റെ അടുത്തേക്ക് ഒന്നും കൂടി വരുമായിരിക്കും. പോലീസിൽ ഏൽപ്പിച്ചാൽ മതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാലൻ ആ പേഴ്സ് വാങ്ങിക്കുകയാണ്. ശേഷം ജസ്റ്റ് ഒന്ന് പേഴ്സ് തുറന്നു നോക്കുമ്പോൾ ഞെട്ടിപ്പോകാണ്. ആ പേഴ്സിൽ മിത്രയുടെ ഫോട്ടോ ബാലൻ കാണുന്നു കേട്ടോ. അത് കാണുന്ന ബാലനെ വല്ലാത്ത ഷോക്കായി പോവാണ്. ബാലൻ ഇത് മിത്ര തന്നെയാണോ എന്ന രീതിയിൽ ആ ഫോട്ടോ ഇങ്ങനെ ശരിക്കും നോക്കുമ്പോഴേക്കും ബാലൻ എന്ത് ചെയ്യണോന്ന് അറിയില്ല. ഈശ്വര, ഇത് മിത്ര തന്നെയാണല്ലോ. ഇതെങ്ങനെ ഈ പയ്യന്റെ കയ്യിൽ മിത്രയുടെ ഫോട്ടോ? അപ്പൊ ഈ പയ്യനും മിത്ര തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ രീതിയിലാണ് ബാലൻ ആലോചിക്കണത്. വീട്ടിൽ പോയ ബാലനാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം ഗോമതിയുടെ അടുത്താണ് പറയണത്. സത്യം പറ, ഈ മിത്രയും അതുപോലെ തന്നെ ഈ പയ്യനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മിത്രക്ക് വേറെ പയ്യന്റെ ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കണം. കാരണം ഗോമതിക്കും അറിയില്ല മിഥുന. അപ്പൊ വേറെ പയ്യന്റെ ബന്ധമുണ്ടോ, മിത്രക്ക് വേറൊരു എന്തെങ്കിലും അഫെയറോ കാര്യങ്ങളോ കോളേജിൽ ഉണ്ടായിരുന്നോ, ആര്യനെ ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നോ എന്നൊക്കെയാണ് ബാലൻ ചോദിക്കുന്നത്. അപ്പൊ ഗോമതി എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് മിത്രന് ആര്യം വിവാഹം കഴിക്കേണ്ടായ സാഹചര്യം ഗോമതി പറയാട്ടോ. ഗോമതി ആ കാര്യം പറഞ്ഞ ഒരു കാര്യം ഉറപ്പാണ്, ബാലൻ ഇതുവരെ ഗോമതിനെ അടിച്ചിട്ടില്ല. പക്ഷെ ഈ പ്രാവശ്യം മുഖത്തിട്ട് നല്ല അടി കൊടുക്കും. അത് മാത്രല്ല, ആര്യന്റെ ജീവിതം ഗോമതി കളഞ്ഞല്ലോ എന്നൊക്കെ വിചാരിക്കും. ആര്യൻ എന്തൊരു പാവമാണ്, അമ്മേനെ അനുസരിച്ച് അവൻ അവന്റെ ജീവിതം തീർത്തല്ലോ, അവനെ ഞാൻ എത്രമാത്രം കുറ്റപ്പെടുത്തി. മിത്രയാണെങ്കിൽ അതിന്റെ അപ്പുറം സാധനം. ഇത്രയുള്ളൊരു പാവം പയ്യനെ അവളും ചേർന്ന് ഇതാക്കിയല്ലോ എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും കടന്ന് ചിന്തിക്കും കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ഭാഗമായിട്ട് ഇനി വരാൻ പോണത്. പിന്നെ പുതിയ സീരിയൽ വന്നാലേ ഈ സീരിയലിലെ സമയം മാറ്റോന്ന് കമന്റ് 2-3 പേര് ചോദിച്ചായിരുന്നു. അതിനെക്കുറിച്ചൊന്നും അറിവ് കിട്ടിയിട്ടില്ല. എന്തായാലും 7 മണി തൊട്ട് 8 മണി സീരിയൽ ഏതെങ്കിലും സീരിയൽ ടൈം മാറ്റുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.